ഇപ്പോൾ പള്ളിയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് എനിക്കാണെങ്കിൽ കുർബാന ഉയർത്താൻ പേടിയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും പറഞ്ഞ് നമ്മൾ ഉയർത്തുമ്പോഴായിരിക്കും ഈ കണ്ടു നിൽക്കണവന് ഇറച്ചി മേടിക്കണ കാര്യം ഓർക്കണത്. അവനപ്പം തന്നെ സ്കൂട്ടാണ് ഓടുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ അങ്ങനെ ദൈവമായിട്ട് അകത്തിൻ്റെ ബന്ധമുള്ളവർക്ക് അവരെക്കാൾ ബന്ധം അളിയൻ, അമ്മാവൻ, അപ്പൻ, ബന്ധുക്കളൊക്കെ ഇട്ടിക്ക്, അങ്കിള്, ഇങ്ങനെയൊക്കെ കുറേ. നിങ്ങൾ തന്നെ എപ്പോഴും നോക്കിയാൽ നിങ്ങളുടെ അങ്കിളിന് നിങ്ങളോട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അങ്കിളിനെ ഇരിക്കും. കാര്യം അപ്പനേക്കാൾ അങ്കിളിനെ സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ മനുഷ്യന്മാരുടെ പൊട്ടത്തരാണേ. കാര്യം ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുന്ന അപ്പൻ ഒരു മണവുമില്ല, ഗുണവുമില്ല. 10 കൊല്ലമോ 2 കൊല്ലമോ കൂടുമ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് കെട്ടിയിറങ്ങണം അങ്കിള് കൊണ്ടുവന്ന് അവർക്ക് വല്ലതും കൊടുത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ ഇത് അങ്കിളിനെ വലിയ ആളായിട്ട് കാണും. അയ്യോ, നോൺസെൻസ് എന്ന് പറഞ്ഞാൽ അട്ടർ നോൺസെൻസ്. അപ്പനേക്കാൾ വലിയ അങ്കിള് നക്കാപ്പിച്ച കൊടുത്ത് വിലക്ക് വാങ്ങിക്കും. അപ്പം അനിയത്തി നിങ്ങൾ ബന്ധങ്ങളിൽ കാണിക്കരുത് ഒരിക്കലും. അത് എപ്പോഴും നമ്മൾ എപ്പോഴും റിലേഷൻസ് ബേസ് എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അത്രയും വലിയ കഴിവുണ്ട്. നിങ്ങളീ മാതാപിതാക്കന്മാർ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരുടെ മാതാപിതാക്കന്മാർ അങ്ങനെയല്ല. ദൈവം നമുക്ക് തന്ന മാതാപിതാക്കന്മാർ ആണ് ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ. അവരെ നമ്മൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കാൻ തുടങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ബ്ലെസ്ഡ് ആകാൻ തുടങ്ങും. നമുക്ക് വേറെ ഒരാളെ കൊണ്ടുപോയി അന്നഴകുന്നതിന് അപ്പനെന്ന് പറയത്തില്ലേ, അങ്ങനെ അന്നഴകുന്നതിന് അപ്പനാക്കിയാൽ ഒരിക്കലും ബ്ലെസ്സിങ്സ് കിട്ടത്തില്ല. ദൈവത്തിന് അറിയാമല്ലോ ഇത് യൂസ് ആൻഡ് ത്രോയാണ് കയ്യിലിരിക്കുന്നത്. ഉപയോഗം ഉണ്ടെങ്കിൽ താങ്ങിപ്പിടിച്ച് നടക്കും, ഉപയോഗം ഇല്ലെങ്കിൽ നാം ഇട്ടുകളയും, എവിടെയെങ്കിലും ഇട്ടുകളയും. അപ്പം അത് ഉടമ്പടിയിൽ ആ റിലേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യണം. കാര്യം ഇവന് ഒരു ഇൻറ്റിമസി, എനിക്ക് ആകാശത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇൻറ്റിമസി ഉണ്ട്. അപ്പം അവൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് അമ്മയോട് അവൻ വന്ന് സംസാരിച്ചിട്ട് പോയി. അവൻ പറഞ്ഞ കാര്യം ഇതാണ്, അപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാൽ പെട്രോൾ വാങ്ങിക്കണത്, എനിക്കതുകൊണ്ട് എപ്പോഴും പേടിക്കാൻ പറ്റത്തില്ല. അപ്പം അപ്പനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം, അപ്പനെ അദ്ദേഹത്തിനെ പറയണം, അപ്പനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം, ഇതൊക്കെയാണ് പറയണത്. ഇതാണ് എന്നിപ്പം നിങ്ങളെ എല്ലാവരെയും മോഡലെടുക്കരുത്. മോഡലെടുക്കണം എന്നല്ല ഞാൻ പറയണത്. ആ ഒരു അഫെക്ഷൻ എപ്പോഴും മനസ്സിൽ ദൈവത്തോട് ഇടപെടുമ്പോൾ അഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരികമായ ഒരു സ്നേഹം, വാത്സല്യങ്ങളൊക്കെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകണം. ആരാധന ഉണ്ടാകണം, ഒരാരാധ്യമായ ഭയമുണ്ടാകണം. അതേസമയം തന്നെ വളരെ ശിശുസഹജമായിട്ടുള്ള ഒരു സ്നേഹവും വാത്സല്യങ്ങളുണ്ടാകും. അമ്മയാകുമ്പോൾ അതിന് പറ്റിയ ആളാണ് ശരിക്കും. അമ്മ അത് ഉടനെ റൈറ്റ് ആ വിഷയത്തിൽ തന്നെ, അതായത് അപ്പന് ഈ 12 മണിക്കൂറിൽ ഇവൻ വന്ന് തിരിച്ചു പോകാനുള്ള സമയത്തിനുള്ളിൽ അവരുടെ കുടുംബം കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ശമ്പളത്തിൽ അപ്പനെ പോസ്റ്റ് ചെയ്യും. അപ്പം തന്നെ ഇവന് ഇളക്കാൻ തുടങ്ങും. കാര്യം ഇവൻ ദൈവത്തിൻ്റെ ശക്തി ആദ്യമായിട്ടും കാണുകയാണ്. ഇങ്ങനെ ഒന്നും ദൈവത്തെക്കുറിച്ചൊക്കെ ഇവനെ അറിയത്തില്ല. ഇത്ര പെട്ടെന്ന് വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്നൊന്നും ആളെ അറിയത്തില്ല. കണ്ടോടുകൂടി ആളിങ്ങനെ ഷിവറിങ് ആയിപ്പോയി. പിന്നെ അവനൊരു കുറച്ചുണ്ടായിരുന്നൊരു ചിന്തയെന്ന് പറയണത്, അവൻ അവനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലേ അപ്പൻ്റെ കുടുംബം രക്ഷപ്പെടുക, കുടുംബത്തിന് കടങ്ങളൊക്കെ ഉണ്ട്, കുടുംബം മേലേത് പിടിക്കണമെങ്കിൽ ഞാൻ രക്ഷപ്പെടണം. കണ്ട ആ പ്രാർത്ഥനയുടെ അടുത്തൊരു സത്യസന്ധതയുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ രക്ഷപ്പെടണം എന്തിനാണ്? കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അതെല്ലാം കേൾക്കണം. കൃപാസനത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. ചെറുപ്പക്കാരെ കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം അമ്മ ഇപ്പോൾ ഈ ആകാശ് കഴിയുമ്പോൾ വേറെ ഒരു മോളൊക്കെ ദിവസങ്ങൾ സാക്ഷ്യങ്ങൾ പറയുന്നവരെല്ലാവരും നല്ല ശതമാനം ചെറുപ്പക്കാരാണ്. അവരിങ്ങനെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാര്യം അവർ ദൈവത്തെ അവരുടെ യൗവനകാലത്ത് തന്നെ അറിയണില്ല. അപ്പം അതായത് യൗവനകാലത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിഷയത്തിൽ നമ്മൾ ഈ പ്രായം ചെന്ന് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം,
പിന്നെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അധികം സമയം കിട്ടത്തില്ല. അതാണ് സമയമാണ് പ്രശ്നം. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ 4 വയസ്സ് മുതൽ, ഞാൻ 4 വയസ്സിലാണ് എൻ്റെ മുറിയിലൊരു കർത്താവിൻ്റെ പടമുണ്ട്. നിങ്ങൾ കാണത്തില്ല, ഞാൻ ഇവിടെ ആരും വരാറില്ല. അപ്പം എൻ്റെ മുടിയിലൊരു അതായത് കർത്താവിൻ്റെ ഒരു മുഖത്തിൻ്റെ പീഡാനുഭവ രൂപമുണ്ട് വലുത്. അത് പെയിൻറ്ററാണ്. അപ്പം അത് ഞാൻ എൻ്റെ 3 വയസ്സിലോ മറ്റേ എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് അപ്പൻ്റെ കൂടെ കയ്യെ തൂങ്ങി നടക്കുന്ന കാലത്ത് ലാവുംവെട്ടത്ത് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ചെമ്പരത്തിക്കാട്ടിൽ കണ്ട വലിയ രൂപമാണ്. അന്ന് മുതലാണ് ഞാൻ ഈശോനെ പരിചയപ്പെടുകയും ഈശോയുമായിട്ട് ആകർഷിക്കപ്പെടുകയും ഞാൻ അപ്പനോട് പറയും, ഇത് ഈശോയുടെ മുഖം ഈശോ കണ്ട ഇപ്പോൾ ഈശോ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകൊണ്ട് അപ്പനോട് അത് പറയണത്. ഇപ്പം എനിക്ക് 3 വയസ്സോ 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സൊന്നും ഇല്ല അന്ന്. അതെൻ്റെ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിലിരിക്കുന്ന അതേ രൂപമാണ് ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കാണുന്നത്. പക്ഷേ ഞാൻ അച്ഛനായി, ആ ഒരു വിളിയോടുകൂടി അച്ഛനായിട്ട് ആദ്യം ഒരു എത്രയോ വർഷം കഴിഞ്ഞത് 1963 ഈ കാഴ്ച കാണുന്നത്. ഞാൻ 85 അച്ഛനായിട്ട് ഞാനൊരു പള്ളിയിൽ അപ്പോയിൻ്റഡ് ആയി. ആ അപ്പോയിൻ്റഡ് ആയ സമയത്ത് അമ്മ എന്നെ കാണാമെന്ന്, എൻ്റെ അമ്മച്ചി പിറ്റേ ആഴ്ച എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ എനിക്കൊരു പടം തന്നു. അപ്പോൾ ഞാൻ ഈ പടം ഇവിടെ നിന്ന് ഇടിച്ചു. അപ്പം ഞാനൊരു മരിപ്പിന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് തന്നിട്ട് പോകാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു, അന്നത്തെ ചെമ്പരത്തിക്കാട്ടിലെ ഞാൻ കണ്ട കർത്താവിൻ്റെ രൂപം വീണ്ടും അമ്മ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അത് ദൈവമായിട്ട് ജീവിക്കണം ഭയങ്കര രസമാണ് മക്കളെ. എനിക്ക് തോന്നൽ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, പല പ്രശ്നങ്ങൾ, കേസ്, ജപ്തി നടപടികൾ, വീട്ടിലെ കലഹങ്ങൾ, വൈവാഹിക ഭിന്നതകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എല്ലാത്തിനും അമ്മ മറുപടി പറയുന്നുണ്ട് ഉടമ്പടിയിലൂടെ എല്ലാത്തിനും മറുപടി. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് ഇപ്പം നമ്മുടെ വിഷയത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണോണ്ടാണല്ല നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ഇവിടെ വരണത്. ഇപ്പം ഇവിടെ നിങ്ങളിത്ര വെളുപ്പിന് എഴുന്നേറ്റ് ഇന്നലെ തന്നെ വന്ന് ഇവിടെ താമസിക്കുന്നവരുണ്ട് ഈ സ്ഥലത്തൊക്കെ പലയിടത്തും. അപ്പം എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ വിഷയത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വർഷകാലത്തും കഷ്ടപ്പെട്ട് വരണത്. എൻ്റെ മക്കളെ, ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടണം. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായി ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും എല്ലാ മേഖലകളിലും. നമ്മളിപ്പോൾ പ്രെയർ ചെയ്യണത് വിഷയാധിഷ്ഠിതമായിട്ട് സാങ്കേതികമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 1, 2, 3 സ്ലോ പ്രോസസ്സായിരിക്കും. നമ്മൾ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തിയ ഭയങ്കര സ്ലോ പ്രോസസ്സ് നടക്കുകയേ. പക്ഷേ ഒരു കൊല്ലം 1.5 കൊല്ലം കൊണ്ടൊക്കെ ചില കാര്യം നടക്കത്തുള്ളൂ. സ്ലോയാണ്. കാര്യം നമ്മൾ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി ദൈവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം 2, 4, 6, 8, 16, 64 എന്ന് പറഞ്ഞാൽ കയറിപ്പോവും. അത് ജിയോമെട്രിക് പ്രൊപ്പോർഷനിൽ കയറിപ്പോവും. എന്താ കാര്യം? നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണത്, നിങ്ങൾ ഉടമ്പടിയിൽ എടുപ്പെടുന്ന നിയോഗങ്ങളിലല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അത് വിഷയത്തിനാണ്. സ്ലോ ആയിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും. കാര്യം നിങ്ങൾ ദൈവത്തിന് തന്നെ പ്രാധാന്യമുള്ളത് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ ഉള്ള പ്രാധാന്യവും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുള്ളൂ. വിഷയമാണ് ദൈവം. അവിടെയാണ് തലകീഴ് മറിഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാ സമയവും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അതാണ് നിങ്ങളുടെ ദൈവം. പ്രാക്ടിക്കൽ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏത് നിമിഷവും ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, ആരെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ദൈവം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസ് ജോർജ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കുന്നംകുളത്തുനിന്ന് വരുന്നു. ഞാൻ 2025 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപ ലഭിച്ചതിൻ്റെ ആ സാക്ഷിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പരിശുദ്ധ എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ഒരു 10-14 സ്റ്റിച്ചുണ്ടായ ഒരു ഓപ്പറേഷനായിരുന്നു. എന്നിട്ടും ആ മുറിവ് ഉണങ്ങിയാലും അവിടെ നീര് വരിക, പഴുക്കുക, അങ്ങനെ എപ്പോഴും അങ്ങനെ ആയിരുന്നു. അതിനേക്കാൾ മുന്നേ ഈ വെരിക്കോസിൻ്റെ വന്നപ്പോൾ ഒരു ആയുർവേദ ആൾക്കാർ പറഞ്ഞു ഈ അട്ടേനെ കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെരിക്കോസിൻ്റെ ഒരു ഭാഗത്ത് അട്ടേനെ പിടിപ്പിച്ച കാരണം അട്ടയുടെ മുഖത്തുള്ള ഒരു ഇതിന് സെപ്റ്റിക് അൾസറായിട്ട് ഹസ്ബൻഡിൻ്റെ കാലുമ മാറി. അത് വലിയൊരു മുറിവായി തീർന്നു. ഒരു 10-20 വർഷമായിട്ട് അതങ്ങനെ ഒരു മുറിവുണ്ടായിരുന്നു. അത് പിന്നെ ഒരു 4 ഇഞ്ച് നീളവും ഒരു 1 ഇഞ്ചോളം താഴ്ചയുള്ള കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ടായിരുന്നു ആ മുറിവുണ്ടായിരുന്നത്. എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വരിക, ഈ ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് മാനസികമായിട്ടും വളരെയധികം വിഷമിച്ചിരുന്നു. അത് ആയുർവേദം കാണിച്ചു. ഇപ്പോൾ ഈ അട്ടേനെ പിടിപ്പിച്ചിട്ടും മാറിയില്ല. പിന്നെ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഓപ്പറേഷൻ. അതിൻ്റെ ചികിത്സ ചെയ്തിട്ടൊന്നും ഈ മുറിവ് ഉണങ്ങണില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ മാനസികമായിട്ടും അതും വളരെയധികം ആളെ തളർത്തിയിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ ഇവിടുന്ന് കിട്ടിയ തൈലം എടുത്ത് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഈ തൈലം ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതല്ലേ, ഈ തൈലം ഒന്ന് ഉപയോഗിച്ച് മാതാവിനെ ഈശോയോട് പറഞ്ഞ് സൗഖ്യപ്പെടുത്താൻ സാധിച്ചെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഈ തൈലത്തിൽ ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഉപ്പും തൈലും കൂട്ടി ചേർത്തിട്ട് ഈ 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴമുള്ള വലിയൊരു മുറിവാണ്. ശരിക്കും മാംസം പോലെ ചുവന്നിരിക്കും ആ കാല്. അപ്പോൾ അതിലിങ്ങനെ കുറച്ചിങ്ങനെ പ്രാർത്ഥിച്ചു പുരട്ടിപ്പോയും പറഞ്ഞു നീറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഒരു വികാരവും ഇല്ലാത്ത പോലെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ പുരട്ടി ആളോട് പറഞ്ഞു ഇനി ഞാൻ ജോലിക്ക് അടുക്കളയിലേക്ക് പോവാണ്, ഇരുന്ന് ജപമാല ചൊല്ലിയിരിക്കട്ടാ പ്രാർത്ഥിക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുക, ദൈവമേ ഈ ഉപ്പും തൈലും ഒരു അട്ടേനെ പിടിപ്പിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തും, നിൻ്റെ വാക്ക് കേട്ടിട്ട് ആ ചെക്കൻ്റെ കാലുമാരും മുറിവ് വലിയത് വരുത്തി. വെരിക്കോസിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനും കുറവില്ല. പോരാത്തേക്ക് ഈ ഉപ്പും തൈലും കൂടി പുരട്ടിയിട്ട് ആ മുറിവിൽ ഞരമ്പിൽ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ലേ ഈ ആദിവാസിയാണോ നിങ്ങൾ, ഇത്രയും ബോധമില്ലാത്ത പണി ചെയ്തെന്ന് വെച്ചിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം മനസ്സിലുണ്ട്. എന്നാൽ മാതാവിൽ ഈശോയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് കഴുകി കളയാം, ഭയം തോന്നിയിട്ട് കഴുകി കളയാമെന്ന് പറഞ്ഞിട്ട് മുറിവ് കഴുകി കളഞ്ഞു. പിന്നെ അതിലേക്കൊരു ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം മറ്റേത് ദിവസവും കാല് നോക്കും, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടയ്ക്കാനൊക്കെ സഹായിക്കുന്ന ആളാണ്. അത് ചെയ്യാണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കാല് നോക്കുമ്പോൾ അതൊക്കെ തന്നെ മാംസം വന്ന് തൂർന്നിട്ട് ഇപ്പം കംപ്ലീറ്റ് ഈ 4 ഇഞ്ച് നീളം 1 ഇഞ്ച് ആഴമുള്ള ഈ മുറിവ് കംപ്ലീറ്റ് ആ ഒരൊറ്റ മണിക്കൂർ അമ്മയുടെ തൈലം ആ ഉപ്പ് മാത്രം ഉപയോഗിച്ച് ഉടമ്പടി തൈലം ഉപ്പും കൊണ്ട് മാത്രം ആ മുറിവ് ഉണങ്ങി. ഞാനത് എനിക്ക് അമ്മയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹം ഞാൻ കാണുന്നവരോട് ഒരു ദിവസം പോലും അമ്മയെക്കുറിച്ചും ഈശോയെ കുറിച്ചും പറയാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഒരു മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ഓട്ടോറിക്ഷയിലായാലും ബസ്സിലായാലും എവിടെയായാലും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കും അമ്മയിൽ നിന്നുള്ള അനുഗ്രഹം. അതിനെ 1000 കോടി അമ്മയ്ക്ക് തിരുക്കുമ്പാൻ നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തേന്ന് പറഞ്ഞത് എൻ്റെ തലയിൽ നിറയെ ഒരു തരം വെള്ളപ്പൊടി, സോറിയാസിസ് എന്നാണെന്ന് വെച്ചെങ്കിൽ അതുമല്ല, താരെന്ന് പറയാനും പറ്റില്ല. എൻ്റെ മോൻ പറയും ചിലപ്പോൾ അറപ്പ് തോന്നുന്ന തരത്തിലാണ് നിറയെ പൊടി പോലെ. അത് ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഈ സ്കിൻ ഡോക്ടറെ കാണിച്ചു, അതിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഒന്നും എനിക്ക് കുറവുണ്ടായിരുന്നില്ല.
ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ തൈലം എടുത്ത് തലയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയ്ക്ക് സാധ്യമായല്ലോ. ഇതിപ്പോൾ എൻ്റെ തലയിലൊക്കെ ഇപ്പോൾ നന്നായി മുടി കാണുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മുടികളാണ്. ഈ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടും ഒരു ഇങ്ങനെ അറപ്പ് തോന്നുന്ന തരത്തിലായിരുന്നു. ഇതിങ്ങനെ പുരട്ടി അതങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും എല്ലാവരുടെ മുമ്പിൽ അതിൻ്റെ മുടി കെട്ടാനൊന്നുമില്ല, ഇപ്പൊക്കെ ഇതൊരു വെച്ച് കെട്ടിയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴുണ്ട് ജോസഫ് അച്ഛൻ്റെ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആരാധനയിൽ പറയുന്നുണ്ട് തലയിൽ വെള്ള പൊടി പോലെ കാണുന്നുണ്ട്, സോറിയാസിസ് ആണോ എന്ന് പറഞ്ഞാൽ അതും അങ്ങനെയല്ല. പിന്നെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായില്ല, അതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തലയിൽ നിറയെ വെള്ള പൊടി പോലെ കാണുന്നതാണ്. ഈശോ ഈ സമയം ആ വ്യക്തിനെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഴുത്തിൽ കാശിരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ, അതെടുത്ത് ഞാൻ നെറ്റിയിൽ തലയിൽ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഈശോയെ അത് ഞാനായിരിക്കണേ, എൻ്റെ സൗഖ്യപ്പെടുത്തണേ ഈശോയെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് കഴിഞ്ഞു 4 ദിവസം കഴിഞ്ഞു, എനിക്ക് ജലദോഷം പനിയും പിടിച്ചു. അപ്പോൾ തലന്ന് ഞാൻ കഴുകിയിരുന്നില്ല. ഒരു ദിവസം ഞാൻ എന്താണ് തലയുടെ അവസ്ഥ എന്നിട്ട് കണ്ണടയിൽ നോക്കുമ്പോൾ എൻ്റെ തലയിൽ ഒരു പൊടി പോലും കാണാനില്ല. ഇപ്പോൾ ഒന്നുമില്ല. ചിലപ്പോൾ എനിക്ക് ചുമയും നീരുവീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തല കഴുകിയത്. അപ്പോഴും ഒരു തരി പോലും പൊടിയില്ല, ഒന്നുമില്ല. അതിൻ്റേതായ ഒരു വിഷമമില്ല. ഇപ്പോൾ തലയിലൊക്കെ നിറയെ മുടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. അച്ഛനത് ഞാൻ വിചാരിക്കും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എന്ത് അത്ഭുതങ്ങൾ കാണാനാണ് നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ടെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ആ യൂട്യൂബിൽ നോക്കിയാലും ഈശോയ്ക്ക് പിന്നെ ജോസഫ് അച്ഛനിലൂടെ ആ ദർശനത്തിലൂടെ നമ്മൾക്കുള്ള അനുഗ്രഹം അവിടെ ലഭിക്കുമെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള അനുഭവമായി തീർന്നു. പിന്നെയുള്ളത് ഒരു കൃപാസനത്തിൻ്റെ തൈലുണ്ടല്ലോ, ആ തൈലം എനിക്കൊരു പ്രൗഢം ഫണ്ട് ലഭിക്കാണ്ടായിരുന്നു. അത് ലഭിക്കില്ലെന്ന് കുന്നംകുളം ബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞു. അവിടെ ഞാനപ്പോൾ ഒരു അപേക്ഷ എഴുതി, എനിക്ക് ആ പ്രൗഢം ഫണ്ട് എനിക്ക് തിരിച്ച് തരാനായിട്ട് സാമ്പത്തികമായിട്ട് ഒരു കടബാധ്യത ഉണ്ട്, അത് തീർക്കാനായിട്ട്. അപ്പോൾ ഈ തൈലെടുത്തിട്ട് ഞാൻ ഈ അപേക്ഷ ഫോമിൻ്റെ സൈഡിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് അമ്മയുടെ കൈകളിലാണ് ഞാൻ തിരുക്കുമാരനെയും കൈകളിലാണ് ഏൽപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് ഈ അപേക്ഷ കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുന്നംകുളത്തു നിന്ന് അവരെ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് അത് തരില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ തൃശ്ശൂർക്ക് കൊണ്ടുകൊടുത്തു, അവിടെയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂർ കൊണ്ടുകൊടുത്തു. അവിടെയും പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞു ഞങ്ങളിത് കൊടുക്കാം, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഈ ഫണ്ട് മുഴുവനായിട്ട് തരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 4-1 വേണമെങ്കിൽ എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. അത് കിട്ടിയിട്ട് എനിക്ക് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചിരിക്കണേ എന്നുള്ളൊരു ഇതിൽ നിന്നു. അപ്പോൾ അവർ സോണിലേക്ക് അയക്കാം, എറണാകുളത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഒരു 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും എനിക്ക് അവിടുന്ന് ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എനിക്ക് വിളി വന്നു, നിങ്ങളുടെ ആ ഫണ്ട് മുഴുവനായിട്ടും അനുവദിച്ച് തന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആദ്യമായിട്ടുള്ള സാക്ഷ്യം തന്നെ എൻ്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ഞാൻ ആ സാറിനോടാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ കൊണ്ടാണ് എനിക്കിത് നേടാനായിട്ട് സാധിച്ചത്, അമ്മ ഇടപെട്ടുകൊണ്ടാന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാൻ സാധിച്ചു. അങ്ങനെ പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൂടെ ആളില്ലാത്ത കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ കാറ്റീസം അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൃദ്ധസദനം ഉണ്ട് ഞങ്ങളുടെ അവിടെ. മാനസിക രോഗികളും വൃദ്ധരായിട്ടുള്ള ആണുങ്ങൾക്കുള്ള സ്ഥാപനമാണ്. അവിടെയൊക്കെ ഞാൻ ദിവസം ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരവിടെ എടുത്ത് ചെല്ലും, അവരോടുകൂടി സംസാരിക്കും, അവരോടുകൂടി ഇരിക്കും, അവരോടുകൂടി ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ആരാധനയിലൊക്കെ അവരേനും കൂടിയിട്ട് സഹകരിപ്പിച്ച് പ്രാർത്ഥിക്കാനും പാട്ടുപാടാനും അതിനൊക്കെ അവരേനെ പ്രോത്സാഹിപ്പിക്കും. അവരുടെ ഞാൻ ചിലപ്പോൾ ഒക്കെ കൃപാസന തൈലം കൈ പിടിച്ചിട്ട് ഞാൻ അവിടെ പോകും. ഇച്ചിരി വേദന വിഷമങ്ങളൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ തൈലം തൊട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ജപമാല ചെല്ലും. കാരണം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 3:30 വരെ ആ മക്കളോട് കൂടിയായിരിക്കും, അവരോട് കൂടി ഭക്ഷണം കഴിച്ചിങ്ങനെ പോരും. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇപ്പം ഞാൻ ഹിന്ദിയും തമിഴും മലയാളം കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം മലയാളമാണ് ഞാൻ സാധാരണ കൊണ്ടുപോയാൽ ഞങ്ങളുടെ ഇടവകയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഹിന്ദുക്കൾക്കും ഈശോനെയും പരിശുദ്ധമ്മനെ അറിയാത്ത വ്യക്തികൾക്കായിട്ട് അത് ഞാൻ കൊടുക്കുക. ചിലപ്പോൾ ബസ്സിൽ യാത്രയിലാവും, അടുത്തുള്ള വ്യക്തിയൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി കൂടുതലുള്ളവർക്ക് കൊടുക്കും.
അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മുസ്ലിംസ് ഏരിയയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കും. മുസ്ലിംസ് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഇപ്പോൾ ഒരു നിയോഗം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ടും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും കൃപാസനവ്രതം കൊടുക്കാനായിട്ടൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ അടുത്ത് വലിയ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ എനിക്ക് കഴിവില്ലെങ്കിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ സഹായിക്കുന്നു. അങ്ങനെ അതാണ് എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ടുള്ളത്. ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബർ മാസം 5-ാം തീയതിയാണ്. ഞാനിവിടെ എത്താനുണ്ടായ സാഹചര്യം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്ത് ചേച്ചി എന്നോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം, ഉടമ്പടി എടുക്കാം എന്നും പറഞ്ഞ് എന്നെയും കൂട്ടി ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് ഈ ഉടമ്പടിയെപ്പറ്റിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ആശങ്കയായിരുന്നു. ഈ ഉടമ്പടി എടുക്കണോ വേണ്ടയോ, മനസ്സോടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചതിന് ശേഷവും എനിക്ക് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ കൂടെ പോയി ഉടമ്പടി ടോക്കണൊക്കെ എടുത്തു, ക്ലാസ്സിൽ കയറിയിരുന്ന് ക്ലാസ്സൊക്കെ കേട്ടു. അപ്പോഴും എൻ്റെ മനസ്സിൽ വലിയ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഉടമ്പടി ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വീട്ടിലൊരു രാത്രി 9 മണിയൊക്കെ ആയി എത്തിയപ്പം. അപ്പോഴും എനിക്ക് വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലണോ, ഇനി നാളെ ചൊല്ലിയാൽ മതിയോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു. എന്നിട്ട് ഞാൻ മടിയോടുകൂടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതി തിരി കത്തിച്ചങ്ങോട്ട് വെക്കുകയും ആ തിരി അണഞ്ഞങ്ങ് പോയി. അപ്പം ഞാനൊന്ന് പേടിച്ച് പെട്ടെന്ന് ആ ചേച്ചിയൊക്കെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ തിരി ഇതുപോലെ ആദ്യം കത്തിച്ചപ്പം അണഞ്ഞു പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ രാവിലെ വീണ്ടും ഇതുപോലെ തന്നെ മടിയോടുകൂടി എഴുന്നേറ്റു. പ്രാർത്ഥിക്കണമല്ലോ, തിരി കത്തിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും തിരി കത്തിച്ചു. തിരി അണഞ്ഞങ്ങ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇത് സഞ്ചാരി മാതാവ് തന്നെയാണ്. എൻ്റെ കൂടെയും വന്നു, പക്ഷേ എൻ്റെ മടിയും ഇതും കാരണമാണ് എൻ്റെ തിരി അങ്ങനെ കെട്ടുപോയതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു. ഞാൻ അപ്പം തന്നെ മാതാവിനോട് മാപ്പ് പറഞ്ഞു, മാതാവേ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയത്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോടും ഈശോയോടും മാപ്പ് പറഞ്ഞതിന് ശേഷം തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഇതുവരെ ആ തിരി എൻ്റെ അങ്ങനെ കെട്ടുപോയിട്ടേ ഇല്ല. ഇനി എനിക്ക് പറയാനുള്ള ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മോളുടെ കാര്യമാണ്. എൻ്റെ മോള് കുഞ്ഞുനാൾ മുതലേ അവൾക്ക് പനി വരുമ്പോഴത്തേനും ചുമയായി, അത് ഭയങ്കര ശ്വാസം മുട്ടലിലേക്കും വിമ്മിഷ്ടം പോലെയൊക്കെ ആയി. രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് രാത്രിയിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട, നെബുലൈസേഷൻ കൊടുക്കേണ്ടതും ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിയോഗത്തിൽ ഞാൻ അത് വെച്ചു, മോളുടെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൾക്ക് ആ ഒരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമേ ഇല്ല. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ MSc BEd കഴിഞ്ഞ ഒരാളാണ്, കേറ്ററ്റും പാസ്സായതാണ്. പക്ഷെ ഞാൻ പലയിടത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എനിക്കത് കിട്ടാതെ പോകും. അങ്ങനെ താൽക്കാലികമായിട്ട് പോലും എനിക്കൊരു ജോലി കിട്ടാതെ ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ച് എന്നും ഞാൻ തിരി കത്തിച്ച് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവെ, ഞാൻ എന്നെക്കൊണ്ടാകുന്ന വിധം ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് സ്ഥിരമല്ലെങ്കിൽ പോലും എനിക്ക് എങ്ങും ഒരു ജോലിയിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ എന്നും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരു ദിവസം എൻ്റെ പച്ചത്തിരിയിൽ വൈകിട്ട് ഞാനും എൻ്റെ മക്കളുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിരിയിൽ ഈശോയുടെ തിരുഹൃദയം, നല്ല വ്യക്തമായിട്ട് ചുമന്ന തിരുഹൃദയം എൻ്റെ തിരിയിൽ ഇങ്ങനെ വന്നു. ഞാനിങ്ങനെ കണ്ണടച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. എൻ്റെ മോനാണ് ഇത് കണ്ടിട്ട്, അമ്മയെ ഒന്ന് നോക്കിക്കേ നമ്മുടെ തിരിയിലോട്ടൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാനും നോക്കി. എനിക്ക് ഒത്തിരി സന്തോഷമായി. പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കാണിച്ചു, വീഡിയോ കോളിലൊക്കെ വിളിച്ച് കാണിച്ചു.
എന്നിട്ട് ഞാനിത് പലരോടും പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, നിനക്ക് എന്തോ ഒരു നല്ലത് വരാൻ പോകുന്നു, മാതാവിൻ്റെ സാന്നിധ്യം നിനക്കുണ്ട്, നിനക്ക് ഉറപ്പായിട്ടും എന്തോ ഒരു നല്ലത് വരാൻ പോകുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ഞാനും വിശ്വസിച്ചു, ശരിയായിരിക്കാം എന്ന് വിശ്വസിച്ച് ഇവിടുത്തെ ജപമാല റാലിയൊക്കെ കൂടി. അതിനുശേഷം ഒരു ദിവസം ഈ തിരുഹൃദയം വന്നതിൻ്റെ 2ാമത്തെ ദിവസം ഒരു സ്കൂളിലൊരു ഇൻ്റർവ്യൂ വരികയും ഞാൻ അവിടെ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടി. അതായിരുന്നു എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഇങ്ങോട്ട് മുടങ്ങാതെ എനിക്ക് ഓരോ സ്കൂളിൽ ഡെയിലി വേജസ് ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വഴിയുടെ കാര്യമാണ്. ഒരു 9 വർഷത്തോളമായി ഞങ്ങളൊരു വഴി വാങ്ങിച്ചിട്ട്, പക്ഷേ അതെന്നും തടസ്സം കാരണം നമുക്ക് വീട്ടിലോട്ടുള്ള വഴി വെട്ടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിയതാണ്, എങ്കിൽ പോലും അതിൽ പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് വീട്ടിലോട്ട് വഴി കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യവും ഞങ്ങൾ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ആ തർക്കമുണ്ടായ സ്ഥലത്ത് ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ വഴി തടസ്സമെല്ലാം മാറി ഞങ്ങളുടെ വീട് വരെയുള്ള വഴി ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി. പിന്നെ ഇതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങുക, അത് ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടുപോയി രോഗികൾക്കും അവിടെ വരുന്നവർക്കെല്ലാം കൊടുക്കുകയും പിന്നെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ ഞാനിവിടെ കൊണ്ടുവരുന്നിട്ടുണ്ട്. ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പലരെയും ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടിട്ടുമുണ്ട്, ഉടമ്പടി എടുത്തിട്ടുമുണ്ട് അവർ. പിന്നെ യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഞാൻ ഡെയിലി എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. പിന്നെ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറ് കെട്ടി ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് വന്ന ആത്മീയമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് ആഗ്രഹിച്ചൊരു ബൈബിളൊക്കെ വാങ്ങിച്ചു. ബൈബിളൊക്കെ വായിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും അത് വായിക്കാറുണ്ട്. രാവിലെ അവർ സ്കൂളിൽ പോകുമ്പോൾ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ തൈലവും പുരട്ടിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാനും ജോലിക്ക് പോകുന്ന മുമ്പ് ഇറങ്ങാൻ നേരം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും പുരട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അത് നമുക്ക് എന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അങ്ങനെ ഒരുപാട് ചെറിയ അനുഗ്രഹങ്ങളും വലുതും എല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു.